ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല രുചികരമായ മൊരിഞ്ഞ റാഗി ദോശയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. റാഗി വളരെ ഹെൽത്തിയായ ഒരു ധാന്യമാണല്ലോ അല്ലേ? ഒരുപാട് വൈറ്റമിൻസും അയണും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള റാഗി ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യും. റാഗി ദോശ നമ്മൾ പല രീതിയിലും തയ്യാറാക്കാറുണ്ട്. റാഗി വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്ത് ദോശ ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല മൊരിഞ്ഞ രുചികരമായ റാഗി ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് റാഗി ദോശ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിനു വേണ്ടി 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ച് 6 മണിക്കൂറെങ്കിലും കുതിരാൻ വയ്ക്കണം. വേറൊരു പാത്രത്തിൽ 1/2 കപ്പ് ഉഴുന്നിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് നന്നായി കഴുകിയെടുത്ത് വെള്ളം ഒഴിച്ചിടാം. റാഗി നന്നായി കഴുകി വെള്ളം ഒഴിച്ച് വെച്ചു. അതേപോലെ തന്നെ ഉഴുന്നും ഉലുവയും നന്നായി കഴുകി വെള്ളം ഒഴിച്ച് വെച്ചു. ഇനി ഇത് രണ്ടും മിനിമം 6 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കണം. എന്നാലേ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ. റാഗിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് 6 മണിക്കൂറിലധികം സമയമായി കേട്ടോ. ഇനി ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റണം. ഉഴുന്ന് കുതിർത്തി വെച്ച വെള്ളം അരയ്ക്കാനെടുക്കാം. മിക്സിയുടെ ജാറെടുത്തു. മിക്സിയുടെ ജാറിലേക്ക് കഴുകി വൃത്തിയാക്കിയ റാഗി ഇട്ട് കൊടുക്കാം. റാഗി നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഉഴുന്ന് പരിപ്പും ഉലുവയും കൂടി വെള്ളത്തിൽ കുതിർത്തി വെച്ചില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉഴുന്ന് കുതിർത്തി വെച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കും. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കണം. ഞാനൊരു കയ്യിലെടുത്തിട്ട് ഇതിങ്ങനെ കലക്കി വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് കേട്ടോ. ഇത് പാത്രം ചെറുതായി പോയി. അരച്ചെടുത്ത മാവും മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചതും എല്ലാം കൂടി ചേർന്നപ്പോൾ ഈ ഒരു പാത്രം നിറയെയായി. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും പൊങ്ങിപ്പോകും. കാരണം രാത്രി ഫുള്ള് ഇത് പുറത്ത് വയ്ക്കില്ലേ. പുറത്ത് വയ്ക്കുമ്പോൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും മാവ് നന്നായിട്ട് പൊങ്ങിയിട്ട് ഇത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തട്ടെ കേട്ടോ. ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് കലക്കി വെക്കണം. ഇതൊരു 8 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. രാത്രി മുഴുവനും വെച്ചിട്ട് രാവിലെ എടുത്ത് ദോശ ചുടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിത് രാത്രിയിലാണ് മാവ് അരച്ച് വയ്ക്കുന്നത്. അപ്പോൾ രാത്രി മുഴുവനും വെച്ചിട്ട് രാവിലെയാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കലക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇതടച്ച് വയ്ക്കാം. മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കാം. ഇത് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കിയെടുക്കും. നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട്. ഇനി ഈ മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു വശം ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. 2 വശവും നന്നായി വെന്ത് കഴിയുമ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല മൊരിഞ്ഞ റാഗി ദോശ തയ്യാറായി. അപ്പോൾ ഇതുപോലെ ഈ മാവ് വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും റാഗി ദോശ ഉണ്ടാക്കിയെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. ഈ റാഗി ദോശ നമുക്ക് സാധാരണ ദോശ കഴിക്കുന്നത് പോലെ സാമ്പാറോ ചട്നിയോ ഒക്കെ കൂട്ടി കഴിക്കാം. എന്നാലും ഇതിന് വെള്ളക്കടല മസാലക്കറി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.